ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനാഭാഗം സങ്കീർത്തനങ്ങൾ 46 മുതൽ 48 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 46-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ ഓർത്തു വയ്ക്കാവുന്നതും പ്രചോദനദായകവുമാണ് 46-ാം സങ്കീർത്തനം. സംഗീത പ്രമാണിക്ക് കന്യകമാർ എന്ന രാഗത്തിൽ കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്നതാണ് തലക്കെട്ടായി നാം കാണുന്നത്. എന്നാൽ ലേവ്യരിൽ നിന്നും 8 പേരെ അലാമോത്ത് രാഗത്തിൽ വീണകൾ ധ്വനിപ്പിക്കുവാൻ ദാവീദ് നിയമിച്ചതായി 1 ദിനവൃത്താന്തം 15-ാം അധ്യായം 20-ാം വാക്യത്തിൽ കാണുന്നു. അലാമോത്ത് എന്ന ഈ പദത്തിന് കന്യകമാർ എന്നതാണ് അർത്ഥം. സഭാചരിത്രത്തിന്റെ ദുർഘട ഘട്ടങ്ങളിൽ വിശുദ്ധന്മാർ ധൈര്യം പ്രാപിക്കുവാനായി ഈ സങ്കീർത്തനം ഉപയോഗിച്ചിരുന്നതായും കാണുന്നു. കൂടാതെ ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന ദൈവശാസ്ത്ര ചിന്തകളാൽ സമ്പന്നമാണ് ഈ സങ്കീർത്തനം. ഈ പ്രഭാതത്തിൽ സങ്കീർത്തനങ്ങൾ 46 നമുക്ക് ധ്യാനിക്കാം. അവിടെ ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നമുക്ക് ആശ്രയിക്കാവുന്നതും വിശ്വാസമർപ്പിക്കാവുന്നതുമായ ഒരുവനാണ് ദൈവം. ഇതൊരു സമൂഹ ഗാനമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ദൈവം നമ്മുടെ എന്നാണ് 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മുടെ സങ്കേതവും ബലവും, സൈന്യങ്ങളുടെ യഹോവ സങ്കേതവും ശരണവുമാണ് എന്നതാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രധാനമായിട്ടുള്ള സന്ദേശം. മാത്രമല്ല 1-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും ഈ ഒരു ആശയം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതായി നാം കാണുന്നു. സങ്കേതം, ബലം, തുണ, ഈ പദങ്ങൾ ദൈവത്തെ സൂചിപ്പിക്കുവാനായി സങ്കീർത്തനക്കാരൻ എടുത്ത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള സങ്കീർത്തനക്കാരന്റെ കാഴ്ചപ്പാട് മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് ഈ സങ്കീർത്തനത്തിൽ. സങ്കേതവും ബലവുമായ, കഷ്ടങ്ങളിൽ അടുത്ത തുണയുമായ ദൈവം നമുക്ക് വേണ്ടി, അഥവാ നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. പിന്നെ എന്തിന് നാം ഭയപ്പെടണം? എന്തിന് നാം ആകുല ചിത്തരാകണം? എന്നാൽ നാം ഇന്ന് ആരിലാണ് ആശ്രയിക്കുന്നത്? നാം ആയിരിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്നതും വിശ്വാസമർപ്പിക്കാവുന്നതുമായ എത്ര പേരുണ്ട്? അങ്ങനെ ആരെയും കണ്ടുകിട്ടിയില്ല എങ്കിലും ദൈവം നമ്മുടെ സങ്കേതം, അവൻ ഇന്നും എനിക്കും നിങ്ങൾക്കുമായി ജീവിക്കുന്നു. രണ്ടാമതായിട്ട്, നിശബ്ദമായിരുന്ന ധ്യാനാത്മകതയിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരുവനാണ് ദൈവം. ഒച്ചപ്പാടും കോലാഹലങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ സങ്കീർത്തനക്കാരൻ നമ്മോട് ഇപ്രകാരം പറയുന്നു: മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന്. നിശബ്ദത എന്നത് നിഷേധാത്മകതയല്ല, മറിച്ച് ധ്യാനാത്മകതയാണ്. വാക്കുകളിലൂടെ സ്വന്തം ശക്തിയെ ഉയർത്തി കാണിക്കുന്ന, സ്വന്തം അവകാശവാദങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന മനോഭാവം വിട്ടുകളഞ്ഞ് ദൈവിക ശക്തിയുടെ മഹത്വം മനസ്സിലാക്കുന്ന അനുഭവമാണ് ധ്യാന നിമിഷങ്ങൾ എന്ന് പറയുന്നത്. പ്രപഞ്ചം നിലനിർത്തുവാനും കലഹിക്കുന്ന ജനതയെ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനും ഏവർക്കും സുരക്ഷിതത്വം നൽകുവാനും പ്രാപ്തനായ ദൈവത്തെ നാം മനസ്സിലാക്കുമ്പോൾ നിശബ്ദമായി നാം ഇരിക്കുക. പ്രിയമുള്ളവരെ, ഇത്തരം ധ്യാന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകാറുണ്ടോ? സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും ഇങ്ങനെ പാടാം: എന്റെ സങ്കേതവും ബലവും, എനിക്കേറ്റമടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ, എനിക്കെന്നും ദൈവമത്രേ. പ്രിയ കർത്താവേ, അങ്ങയിൽ ആശ്രയിപ്പാനും അങ്ങയിൽ ശരണപ്പെടുവാനും ഞങ്ങൾ ഏവരെയും ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.